ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയായിരിക്കുവാൻ സർവ്വ കൃപാലുവായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷമെല്ലാം അധരങ്ങളും തുറന്ന് ഹൃദയം കൊണ്ട് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി രാജാവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ മൂടിയിരിക്കുന്ന കൃപയ്ക്കായി, അങ്ങയുടെ ദയയാൽ അങ്ങയുടെ കരുണയായി ഞങ്ങളെ പരിപാലിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ നല്ല പകലിലും അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന അത്ഭുതങ്ങളുടെ പ്രഭാതം കർത്താവേ, നല്ല സമയം ഞങ്ങൾക്കങ്ങ് സമ്മാനിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നാഥ, സ്തുതിക്കുന്നു രാജാവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഗോഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് ആലയത്തിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതെ, നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കുവാനാണ്. ആമേൻ. ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ മധ്യത്തിൽ കർത്താവ് വന്നിട്ടുണ്ട്? ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: യേശുവേ, ഇന്ന് എന്നോട് നീ സംസാരിക്കണമേ. യേശുവേ, ഇന്ന് അങ്ങയുടെ സ്പർശനം ഞാൻ അനുഭവിക്കണമേ. യേശുവേ, ഇന്ന് ഞാൻ വന്നതുപോലെയല്ല, ഇന്ന് ഞാൻ നിറഞ്ഞവനായി മടങ്ങണമേ. യേശുവേ, ഇന്ന് എൻ്റെ ദുഃഖങ്ങളൊക്കെ അങ്ങ് ചുമക്കണമേ. യേശുവേ, ഇന്ന് എനിക്കൊരു കൈത്താങ്ങായി അങ്ങ് എന്നോട് കൂടിരിക്കണമേ. യേശുവേ, ഞാൻ കടന്നു പോകുന്ന ദുർഘട മേടുകളിൽ എനിക്ക് വഴി ഒരുക്കണമേ. യേശുവേ, അടഞ്ഞുപോയ എൻ്റെ വാതിലുകളെ എനിക്കിന്ന് തുറന്നു തരണമേ. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. തുടർന്ന് അല്പസമയത്ത് വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ഒരു നിമിഷം കൂടെ എല്ലാ തലകളും വണങ്ങി നല്ല കർത്താവിനെ സ്തുതിയോടെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഈ നല്ല പകലിലും അപ്പാ അങ്ങേ പാടി ആരാധിക്കുവാൻ, അങ്ങയുടെ മഹത്വം നൽകും വിധത്തിൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, കരങ്ങളെ തട്ടി അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഈ ദേശത്തിന് മധ്യത്തിൽ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഞങ്ങൾക്കങ്ങ് അവസരം നൽകിയല്ലോ കർത്താവെ. തുടർന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന അപ്പാ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ദൈവവചനത്തിൻ്റെ ശക്തി ഏറ്റവും വലിയ അളവിൽ ഇന്ന് അനുഭവിക്കുന്ന കൂട്ടമായി ഞങ്ങൾ മാറട്ടെ കർത്താവെ. ഞാനിന്ന് ഏറ്റവും അധികം അളവിൽ, ഏറ്റവും വലിയ അളവിൽ ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിക്കണമേ കർത്താവെ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് പുതുക്കത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇവരെ അങ്ങ് സഹായിച്ചാട്ടെ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല സമയത്ത് ഒരുക്കിയാട്ടെ. അടിയനും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി ചിന്തയ്ക്കായി വായിച്ച വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ആ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉയർത്തുന്ന രക്ഷ അഥവാ ഉയർച്ച തന്നെ പ്രാപിക്കും. ഉയർത്തുന്ന രക്ഷ അഥവാ ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ സ്തോത്രം ദൈവസന്നിധിയിൽ നമ്മൾ ധ്യാനിക്കുവാനായി വായിക്കുവാനായി തുടങ്ങിയാൽ ഇങ്ങനെ ആ വചനം ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. ആമേൻ. ദുഃഖത്തിൽ, നിരാശയിൽ താണുപോയ, തകർന്നുപോയ നമ്മെ സന്തോഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദുഃഖത്തിൽ തകർന്നുപോയ, നിരാശയിൽ താണുപോയ, വീണുപോയ നമ്മെ സന്തോഷത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഈ വാക്യം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലവിധമായ ചിന്തകൾ ഓടി വന്നേക്കാം. ഇതൊരു വ്യക്തിയോടുള്ള, അല്ലെങ്കിൽ ഇതൊരു വ്യക്തിക്ക് മാത്രമായി ദൈവം നൽകുന്ന ഒരു സ്തോത്രം സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രാപിച്ചെടുക്കുന്ന ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ആമേൻ. പലപ്പോഴും ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ, ദൂതുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഉള്ളതാണ്. ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കും എന്ന് ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഞാൻ പറയുമ്പോഴും നിങ്ങളും ഒരുപക്ഷെ ഉള്ളിൽ കരുതിയേക്കാം, ഇത് എനിക്ക് ഉള്ളതല്ല. ആമേൻ. യോബിനെ തകർച്ചയിൽ
തകർച്ചയിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഉയർത്തിയ ദൈവം യോബിനെ ഉയർത്തും, യോബിനെ പോലെ ഉള്ളവരെ ഉയർത്തും. എനിക്ക് ഇത് ആമേൻ ഉള്ള വചനമല്ല, ഇത് എനിക്കുള്ള ഉയർച്ചയല്ല. എന്നാൽ സ്തോത്രം നോക്കിയേ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഒരിക്കൽ കൂടെ, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുക ഇല്ല. ആമേൻ. ഈ ദൂത് യോബിനോടല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന ഏവരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും, നിങ്ങൾ താഴ്ച പ്രാപിക്കുകയില്ല. അതെ, നിങ്ങൾ താന്ന് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ പകലിലും നിങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ, ദൈവവചന പ്രകാരം ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ദൈവവചന പ്രകാരം ജീവിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. കാരണം നീ ഉയർച്ച തന്നെ പ്രാപിക്കും. സഭയെ, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നീ ആയിരിക്കുന്ന ഇടത്ത്, നീ തകർന്നായിരിക്കുന്ന സ്ഥാനത്ത്, നീ കരഞ്ഞും നിലവിളിച്ചും പദം പറഞ്ഞുമായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. അതെ, ഒന്നുമില്ലായ്മയുടെ വറുതിയുടെ അനുഭവത്തിലായിരിക്കുന്ന ആ തൊഴിലിടത്തിൽ നീ ഉയർച്ച തന്നെ പ്രാപിക്കും. സാഹചര്യങ്ങൾ നോക്കേണ്ട, അവസ്ഥകൾ നോക്കേണ്ട, നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഒരേ ഒരു കണ്ടീഷൻ, നീ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടെങ്കിൽ, അതെ, നീ നിശ്ചയമായും ഉയർച്ച തന്നെ പ്രാപിക്കും. തകർന്നു പോയ സ്ഥാനത്ത് നിന്ന് നിന്റെ കുടുംബ ജീവിതത്തെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. താഴ്ചയിലായി പോയിടത്തു നിന്ന് നിന്റെ തലമുറകളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്നും ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, താണുപോയ, താഴ്ചയിലായി പോയ, പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയ ചിലർ വേദനയോടെ ആയിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വീണുപോയി, ഞാൻ ഈ അവസ്ഥയിലായി പോയി, ഇവിടെ നിന്ന് എനിക്കൊരു എഴുന്നേൽപ്പില്ല, ഇവിടെ നിന്ന് എനിക്കൊരു ഉദ്ധാരണമില്ല. കേൾക്ക്, ഇവിടെ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, നീ നിലവിളിക്കുന്ന, നീ വേദനിക്കുന്ന, നീ ഭാരപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതെ, നീ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം സർവശക്തനായവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. നീ താഴ്ച പ്രാപിക്കുകയില്ല. ആമേൻ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്റെ തലമുറകൾ താഴ്ച പ്രാപിക്കുകയില്ല, അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. അതെ, നിന്റെ കുടുംബം താഴ്ച പ്രാപിക്കുകയില്ല, അത് ഉയർച്ച തന്നെ പ്രാപിക്കും. നീയും നിനക്കുള്ളതും, അതെ, നിന്നെയും നിനക്കുള്ളതിനെയും രക്ഷിച്ചുയർത്തുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ. രക്ഷിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, വെറുതെ ഉയരുമെന്ന് വെറും വാക്ക് പറയുകയല്ല, രക്ഷിച്ച് ഉയർത്തുന്നവൻ. ആമേൻ. നീ ആയിരിക്കുന്ന നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്നെ രക്ഷിച്ച് ഉയർത്തുവാൻ കഴിവുള്ള ഒരുവൻ ഈ പകലിൽ നിനക്കൊപ്പമുണ്ട്. അവൻ നിശ്ചയമായും നിന്നെ രക്ഷിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെയും നമുക്ക് ഏറെ സംശയങ്ങൾ ഉണ്ടായേക്കാം. ഇவ்விധത്തിലുള്ള വാക്കുകൾ അനവധി നിരവധിയായി നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ലോക മനുഷ്യരിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത്, ആമേൻ സ്തോത്രം, ഓരോ 5 വർഷം കൂടുമ്പോഴും ഇതുപോലെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. മൈക്ക് കെട്ടിവെച്ചും വീട്ടിനകത്ത് കയറി വന്നും സ്വസ്ഥത തരാതെയും ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ നമ്മോട് പറയും. ആമേൻ സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇவ்விധത്തിലുള്ള വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദത്തങ്ങൾ നമ്മൾ അനവധി നിരവധിയായി കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം നമുക്ക് ഓഫർ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ അഥവാ വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതെ, ലോക മനുഷ്യനെ പോലെ ഇന്നലകളിൽ എന്നെ പറഞ്ഞു പറ്റിച്ച, ഇന്നലകളിൽ എന്നോട് പലതും പറഞ്ഞ് എന്നെ സോപ്പിട്ടിട്ട് ഓടിപ്പോയ ലോക മനുഷ്യനെ പോലെയാണ് ദൈവം. ആമേൻ. വെറും വാക്ക് പറയുന്നവനാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം വെറും വാക്ക് പറയുന്നവൻ അല്ല. നീ ഉയർച്ച പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ നീ ഉയരുവാൻ വേണ്ടത് എൻ്റെ ദൈവം ചെയ്യുമെന്നർത്ഥം. ആമേൻ. ഹല്ലേലൂയ. നീ കിടക്കുന്ന പടുകുഴിയിൽ അവിടെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒരു കുന്നിന്റെ മുകളിൽ കയറിയിരുന്ന് നീ ഉയരും എന്ന് പറയുന്നവനല്ല എൻ്റെ ദൈവം. നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നവനത്രേ. നീ തകർന്നായിരിക്കുന്ന സ്ഥാനത്ത്, നീ തളർന്നായിരിക്കുന്ന സ്ഥാനത്ത്, നീ നിലവിളിച്ചായിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നവനാണ് ദൈവം. ആമേൻ സ്തോത്രം. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടതെല്ലാം ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സഭയെ വിളിച്ചു
വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടതൊക്കെയും ദൈവം ചെയ്യും. ആമേൻ. യോബ് സ്തോത്രം ആമേൻ ആ നാശത്തിന്റെ പടുകുഴിയിലായിരിക്കുന്നു. ഏറ്റവും വലിയ താഴ്ച യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത്യുന്നതനായ സ്വർഗാദി സ്വർഗങ്ങളിൽ സിംഹാസനം ഇട്ടിരിക്കുന്ന ദൈവം അവിടെ ഇരുന്നിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു മൈക്ക് എടുത്തു വെച്ച് പ്രസംഗിച്ചില്ല, യോബേ നിന്നെ ഞാൻ ഉയർത്തും ഉയർത്തും ഉയർത്തും. ആമേൻ. അങ്ങനെയല്ല. 37-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവം സ്തോത്രം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? താണവനെ ഉയർത്തുവാൻ വേണ്ടി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. താണുപോയ താഴ്ച ഭവിച്ചു പോയ നിന്നെ ഉയർത്തുവാൻ വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരും. നീ ഉയരുവാൻ വേണ്ടത് അവൻ ചെയ്യും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടത് എൻ്റെ ദൈവം നൽകും. ആമേൻ സ്തോത്രം. ഉയരുവാൻ വേണ്ടി യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ നൽകിയ ദൈവം. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ സ്തോത്രം. ഉയരുവാൻ വേണ്ടി, തകർന്ന് നാശമായി പോയ സ്ഥാനത്ത് നിന്ന് ഉയരുവാൻ വേണ്ടി യോബിന് നഷ്ടപ്പെട്ടു പോയതൊക്കെയും തിരികെ നൽകിയ ദൈവം. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത്, മറവിയിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞത്, ഓ റാധാന ശഖ റദരേ ശന്ധാരകന ധീബൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ, ആ നഷ്ടപ്പെട്ടു പോയ ജോലിയെ, ആ നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗത്തെ, ആ നഷ്ടപ്പെട്ടു പോയ നന്മയുടെ അനുഭവത്തെ, ഓ റീധാന ശഖ റദരേ ശന്ധാരകന യേശുവിൻ നാമത്തിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ, ആ നഷ്ടപ്പെട്ടു പോയതിനെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഇരട്ടിയായി തിരികെ നൽകി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്ത് നഷ്ടപ്പെട്ടു, എന്ത് നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാതായി തീർന്നു എന്ന് ചിന്തിച്ചാണോ നീ ഭാരത്തോടെ ആയിരിക്കുന്നത്, നീ നിരാശയോടെ ആയിരിക്കുന്നത്? ആ നഷ്ടത്തെ നികത്തുവാനുള്ളത് ഇന്ന് നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ ദൈവം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. യോബിനെ സ്തോത്രം ഉയർത്തുവാൻ വേണ്ടി ദൈവം ഒരു കുന്നിന്റെ മണ്ടയിലിരുന്ന് വെറുതെ സംസാരിക്കുകയല്ല ചെയ്തത്, മറിച്ച് യോബായിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ തകർച്ചയ്ക്കും നാശത്തിനും താഴ്ചയ്ക്കും കാരണമാകും വിധം നഷ്ടപ്പെട്ടു പോയതിനെല്ലാം യോബ് സ്തോത്രം ദൈവം തിരികെ നൽകി. ആമേൻ. ഈ പകലിലും കേൾക്കണമേ സ്തോത്രം. ഉയർച്ച ഓഫർ ചെയ്യുന്ന ദൈവം ഓഫർ ചെയ്തിട്ട് ലോട്ടറിക്കാരനെ പോലെ ഓടിപ്പോകത്തില്ല. കൂടിരുന്ന് നീ ഉയരുവാൻ വേണ്ടത് ചെയ്യും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അത് വളരെ വ്യക്തമായി നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അക്കമിട്ട് ദൈവം ഓ സ്തോത്രം വിവരിക്കുകയാണ്. എவ்விதത്തിലാണ് താണുപോയ നിന്നെ ഞാൻ ഉയർത്തുവാൻ പോകുന്നത്, എவ்விதത്തിലാണ് നിന്റെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുന്നത്. ആമേൻ. ആവർത്തന പുസ്തകം 12:3 പറയുന്നു. ആമേൻ സ്തോത്രം. ദൈവം പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും. എന്തിനു വേണ്ടി? നിനക്ക് ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവം 4 ആൾ കൂടുന്നിടത്ത് നിന്നെ സ്തോത്രം അനുഗ്രഹിക്കും. ഇന്നലകളിൽ 4 ആൾ കൂടുന്നിടത്ത് നീ തകർച്ച അനുഭവിച്ചുവെങ്കിൽ, ഇന്നലകളിൽ 4 ആൾ കൂടുന്നിടത്ത് നീ തലകുനിച്ചുവെങ്കിൽ, ഇന്നലകളിൽ 4 ആൾ കൂടുന്നിടത്ത് നീ പരിഹാസപാത്രമായി തീർന്നുവെങ്കിൽ, ഈ പകലിലും എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, 4 ആൾ കൂടുന്നിടത്ത് നിങ്ങൾ തലകുനിച്ച് തകർന്ന് താണ് നശിച്ചവരായി നിൽക്കാൻ ഇടവരാതിരിക്കുവാൻ തക്കവണ്ണം ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ആൾക്കൂട്ടത്തിലെ നിന്നയായി, ആൾക്കൂട്ടത്തിലെ പരിഹാസപാത്രമായി തീരുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല. പട്ടണത്തിൽ നിനക്കൊരു അനുഗ്രഹമുണ്ട്. ഓ റൈധാന ശഖ റദരേ ശന്ധാരകന. പട്ടണത്തിൽ നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമുണ്ട്. പട്ടണത്തിൽ നിന്റെ കുടുംബത്തിന് അനുഗ്രഹമുണ്ട്. പട്ടണത്തിന് നിനക്കൊരു അനുഗ്രഹമുണ്ട്. അതെ, ദൈവം അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തും. ദൈവം അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തും. ആമേൻ സ്തോത്രം. നോക്കൂ, ന്യായാധിപന്മാരുടെ പുസ്തകം സ്തോത്രം അവിടെ ശിംശോൻ എന്ന അനുഗ്രഹീതനായ ന്യായാധിപനെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. പട്ടണത്തിൽ ഒരിക്കൽ അവനെ പരിഹാസപാത്രമാക്കി തീർക്കുവാൻ ശത്രുക്കൾ പദ്ധതി ഒരുക്കി. എവിടെയാണ്? പട്ടണത്തിൽ 4 ആൾ കൂടുന്നിടത്ത് ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ ശിംശോനെ പരിഹാസപാത്രമാക്കി തീർക്കണം. ശിംശോനെ ആ സ്തോത്രം മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനുള്ള ഒരു പരിഹാസ വിഷയമാക്കി തീർക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളിൽ പലരെയും കുറിച്ച് സ്തോത്രം ആൾക്കൂട്ടത്തിന്റെ ചിന്ത അതാണ്. ആമേൻ. അവൻ കരഞ്ഞു കാണണം, അവൻ നശിച്ചു കാണണം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു ദുഃഖം കടന്നു വരുമ്പോൾ, അവളുടെ ജീവിതത്തിൽ ഒരു നിരാശ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കണം. അതിനുവേണ്ടി പട്ടണ വാതിൽ അടച്ച് അവർ കാത്തിരുന്നു. എന്നാൽ വചനം പറയുന്നു, ശിംശോൻ പട്ടണ വാതിൽ കട്ടളയോടുകൂടെ പിഴുതെടുത്ത് കൊണ്ടുപോയി. ആമേൻ സ്തോത്രം. എവിടെ ശിംശോനെ വാതിലടച്ച് നിന്നയാക്കി തീർക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കിയോ അവിടെ
അവിടെ ദൈവം അവനെ ഉയർത്തി. ആമേൻ. ആ വാതിലിൽ തട്ടിത്തടഞ്ഞു വീണവനെന്നല്ല, ആ വാതിൽ പൊളിച്ചു മുന്നേറിയവനെന്ന്. ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില സ്ഥാനങ്ങളിൽ നീ ഒതുക്കപ്പെടുവാൻ തക്കവണ്ണം ചിലർ വാതിലുകൾ കൊട്ടി അടയ്ക്കുമ്പോൾ ആ വാതിലിന് മുമ്പിൽ വീണ് തകർന്ന് കരയുന്നവനായിട്ടല്ല, ആ വാതിലുകളെ പൊളിക്കുന്നവനായി. ഓ റീധാന ഷഖാറഥനെ, ചില വാതിലുകളെ അടിയോടെ ഇളക്കുന്ന, ഓ യാസ് യേശുവെന്നാമത്തിൽ ചില വാതിലുകളെ നിനക്ക് തടസ്സമായി ശത്രു കൊട്ടിയടച്ച ചില വാതിലുകളെ കട്ടളക്കാലോട് നന്മകൾക്ക് വിരോധമായി, അനുഗ്രഹങ്ങൾക്ക് വിരോധമായി, ആ രാജ്യത്ത് നീ തലകുനിച്ചായിരിക്കും വിധത്തിൽ, ആ കുടുംബത്തിനകത്ത് നീ തലകുനിച്ചായിരിക്കും വിധത്തിൽ ശത്രു കൊട്ടിയടച്ച വാതിലുകളെ കട്ടളയോടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, മൂന്നാമത്തെ വാക്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്. സ്തോത്രം. ആ അനുഗ്രഹം, ദൈവം നൽകുന്ന അനുഗ്രഹം ശ്രേഷ്ഠന്മാരുടെ മധ്യേ നിന്നെ ഉയർത്തും. ശ്രേഷ്ഠന്മാരുടെ മധ്യേ നിന്നെ ഉയർത്തും. എപ്പോഴും പ്രശ്നം ഇതാണ്, വലിയവരുടെ ഒരു കൂട്ടം, എല്ലാം നേടിയവരുടെ ഒരു കൂട്ടം, എല്ലാം സന്തോഷമായി അനുഭവിക്കുന്നവരുടെ ഒരു കൂട്ടം. ആമേൻ. സ്തോത്രം. പലപ്പോഴും പലരും നിരാശയോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് എവിടെയെങ്കിലും അങ്ങ് ദൂരേക്ക്, ഇവരാരും അറിയാത്തൊരു സ്ഥലത്തേക്ക് എന്നെ ഒന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ, എനിക്കൊന്ന് പോകുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. ആമേൻ. കാരണം എന്താ? അവർക്കൊപ്പം മുന്നേറുവാൻ കഴിയുന്നില്ല, അവർക്കൊപ്പം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല, അവർക്കൊപ്പം പേരുയർത്തുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഓടി എവിടെയെങ്കിലും ഒളിക്കും എന്നല്ല, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ശ്രേഷ്ഠന്മാരുടെ മധ്യേ നിങ്ങളുടെ പേരുയരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പേരും പെരുമയും ഉള്ളവരുടെ മധ്യേ എൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ പേരുയർത്തും, നിങ്ങളുടെ തലമുറകളുടെ പേരുയർത്തും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് ഉയർത്തുക തന്നെ ചെയ്യും. നോക്കൂ, ആവർത്തനം 28:3 വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്, ആമേൻ, അത് സ്തോത്രം വയലിലേക്ക് വെളിപ്പെടുകയാണ്, അഥവാ തൊഴിലിടത്തിലേക്ക് സ്തോത്രം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുകയാണ്. ആമേൻ. തകർന്ന വയലിടങ്ങളിൽ, ആമേൻ, സ്തോത്രം, ശുഷ്കിച്ചു പോയ, ആമേൻ, ക്ഷാമം ബാധിച്ച, വേനൽ കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോയ സ്തോത്രം വയലിടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ചലിക്കും. പച്ചപ്പും പുതിയ തളിർപ്പും കൊയ്ത്തിന് പാകമാകുന്ന അനുഭവവും ഉണ്ടാകുവാൻ തക്കവണ്ണം. ആമേൻ. എവിടെയാണോ നീ ഇല്ലാത്തവനായി തീർന്നത്, അവിടെ നീ ഇല്ലാത്തവനായി തുടരാതിരിക്കുവാൻ വേണ്ടി അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നീ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അവന്റെ കൽപ്പനകളെ കേട്ടനുസരിക്കുന്നത് കൊണ്ട്, ആ വയലിൽ നിന്റെ തൊഴിലിടത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. നിന്റെ തൊഴിലിടത്തിലെ അനുഗ്രഹം നിന്റെ തല നിവർത്തുമാറാക്കും. ആമേൻ. ഒരുത്തനു മുമ്പിലും കൈ നീട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ ഇല്ലായ്മ മുഖാന്തരം, നിന്റെ ദാരിദ്ര്യം മുഖാന്തരം മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടുവാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ തല കുനിച്ചു നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. സ്തോത്രം. ആവർത്തനം 28:3 പിന്നെയും പറയുന്നു, അവൻ തലമുറകളെ അനുഗ്രഹിച്ച് ഉയർത്തും. ആമേൻ. ഈ പകലിൽ ഇതിനകത്ത് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നതിൽ ഒട്ടും മടിയില്ലാത്ത സന്തോഷമുള്ള കാര്യം അതുതന്നെ. നീ ഭക്തനെങ്കിൽ നിശ്ചയമായും നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആമേൻ. നീ ഭക്തനെങ്കിൽ, നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെങ്കിൽ, നിന്റെ കണ്ണുനീർ, നിന്റെ നിലവിളി അത് പാഴായി പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തേയില്ല. പേരുള്ള തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ആബ്രഹാമിന് പേരുള്ള തലമുറയായ ഇസഹാക്കിനെ നൽകിയ ദൈവം, ഇസഹാക്കിന് പേരുള്ള തലമുറയായ യാക്കോബിനെ നൽകിയ ദൈവം, അടുത്ത തലമുറയിൽ 1, 2 13 പടർന്നു കയറുന്ന ദൈവിക അനുഭവം. മൂന്നാമത്തെ തലമുറ കഴിയുമ്പോൾ ഒരു വലിയ വിശാലതയുടെ അനുഭവം വിശ്വാസത്തിലിറങ്ങി. തലമുറകൾ പലതായി, കുടുംബമായി, ഓ സ്തോത്രം, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലാണ്, പക്ഷേ ഈ പറയുന്നത് പോലെ തലമുറകളിൽ ഒരു വിശാലത കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, മൂന്നാം തലമുറ വർദ്ധിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മൂന്നാം തലമുറ വർദ്ധിക്കുവാൻ പോകുക. മൂന്നാം തലമുറ വർദ്ധിക്കുവാൻ പോകുക. ആമേൻ. ആബ്രഹാമിനെ ഈസഹാക്കിനെ പറയുവാൻ, ഈസഹാക്കിന് യാക്കോബിനെ പറയുവാൻ, എന്നാൽ യാക്കോബിന് പറഞ്ഞു തീരാത്തവണ്ണം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി അവരുടെ യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് അവരുടെ പേരുയർത്തിയ ദൈവം നിന്റെ തലമുറകളെ അനുഗ്രഹിച്ച്, നിന്റെ തലമുറകളെ ആമേൻ, നിന്റെ പേര് ഉയർത്തുന്ന ദൈവം. ആമേൻ. സ്തോത്രം. നോക്കൂ,
നോക്ക്, ഉൽപ്പത്തി സ്തോത്രം ആവർത്തന പുസ്തകം 28:7 പറയുന്നു, ആമേൻ, ശത്രുക്കളെ നിനക്ക് മുമ്പിൽ തോൽപ്പിച്ച് അവരുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തുമാറാക്കും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഉയരണമെങ്കിൽ, നീ സ്തോത്രം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തോൽക്കേണ്ട ചിലതുണ്ടെന്ന് നിനക്ക് മാത്രമല്ല ദൈവത്തിനും അറിയാം. ആമേൻ. നിനക്ക് മുമ്പിൽ പരാജയപ്പെടേണ്ട ചിലതുണ്ടെന്ന്. അത് മനുഷ്യരിലുണ്ട്, അത് പിശാചിലുണ്ട്, അത് സാഹചര്യങ്ങളിലുണ്ട്, അത് അവസ്ഥകളിലുണ്ട്. ആമേൻ. അതിനെ എவ்விധത്തിൽ പരാജയപ്പെടുത്തണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ആമേൻ. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ എൻ്റെ ദൈവം പരാജയപ്പെടുത്തും. ആമേൻ. നിന്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നതിനെ ആമേൻ ദൈവം പരാജയപ്പെടുത്തും. വചനം പറയുന്നു, അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടുന്നത് നീ തല നിവർത്തി കാണും. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ശത്രു വരും. ആമേൻ. അവർ കൂട്ടം കൂടി വരും. ആമേൻ. ഒരിക്കൽ കൂടി, അവർ ഒരു വഴിയായിട്ട് എങ്ങനെയാ വരുന്നത്? അവർ കൂട്ടം കൂടി വരും. ആമേൻ. ശത്രുക്കളുടെ എല്ലാം ഇഷ്ടമൊന്നാണ്, എല്ലാം ആഗ്രഹമൊന്നാണ്, എല്ലാ പ്രതീക്ഷയും ഒന്നാണ്. നിന്റെ കണ്ണുനീർ കാണണം, നീ നിലവിളിക്കണം, നീ തകരണം, നീ കഷ്ടത്തിലൂടെ കടന്നു പോകണം, നീ വേദനയിലൂടെ കടന്നു പോകണം. ഒരു കൂട്ടർക്ക് അത് കണ്ടിട്ട് സന്തോഷിക്കണം, മറ്റൊരു കൂട്ടർക്ക് അത് കണ്ടിട്ട് കൈയടിക്കണം, മറ്റൊരു കൂട്ടർക്ക് അത് കണ്ടിട്ട് നിന്ദിക്കണം. ഇനി വേറൊരു കൂട്ടറുണ്ട്, അവർക്ക് അത് കണ്ടിട്ട് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കണം, സഹതാപം കാണിക്കാൻ വേണ്ടി നടക്കുന്നവർ. ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. കൈയടിക്കുന്നവരെ സ്തോത്രം നമുക്ക് ടാറ്റാ കൊടുത്തു വിടാം, കല്ലെടുക്കുന്നവരെയും നമുക്ക് ടാറ്റാ കൊടുത്തു വിടാം. ആമേൻ. സഹതപിക്കാൻ നടക്കുന്നവനെ സൂക്ഷിച്ചു വെച്ചോളണം. ആമേൻ. അവന്റെ ഉള്ളിലാണ് മുഴുത്ത പിശാച്. ആമേൻ. ഹല്ലേലൂയ. സഹതാപവുമായിട്ട് വരുന്നവർ അങ്ങനെ വലിയൊരു കൂട്ടം ചുറ്റുമുണ്ട്. അവർക്ക് ഒരു വഴിയേ ഉള്ളൂ, പക്ഷേ ഓടുമ്പോൾ അവർ 7 വഴിയായിട്ട് ഓടും. ആമേൻ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. വരുന്നത് ഒരു വഴിയാ, പക്ഷെ ഓടുന്നത് 7 വഴിയായി അവൻ ഓടുക തന്നെ ചെയ്യും. അപ്പോൾ ദൈവം രക്ഷിച്ച് ഉയർത്തുമെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി പറയട്ടെ, അവൻ ദുഃഖത്തിന്റെ അനുഭവത്തിൽ നിന്ന്, താഴ്ചയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷിച്ച് സന്തോഷത്തിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞാൽ വെറും വാക്ക് പറയുകയല്ല, മറിച്ച് ഉയരുവാൻ വേണ്ടത് അവൻ ചെയ്യും. ഉയർത്തുവാൻ വേണ്ടി അവൻ ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. ഉയർത്തുവാൻ വേണ്ടി അവൻ ഇറങ്ങി വരും. ആമേൻ. നമ്മെ ഉയർത്താമെന്ന് പറഞ്ഞ് ഓടിപ്പോയവരെ പോലെ അല്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ ആ ഉയർച്ച എങ്ങനെ വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും? ആമേൻ. സ്തോത്രം. ഇവിടെയാണ് പലപ്പോഴും ഒരു കൺഫ്യൂഷനും വൈരുദ്ധ്യവും ഉണ്ടാകുന്നത്. ആമേൻ. ഉയർച്ചയുടെ ആരംഭം എവിടെ നിന്നാണ്? നിങ്ങൾ തിരിച്ചറിയേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഉയർച്ച വ്യക്തിപരമായി എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും? ഉയർച്ചയുടെ ആരംഭം എവിടെ നിന്നാണ്? ഉയർച്ചയുടെ ആരംഭം താഴ്ചയിൽ നിന്നാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഉയർച്ചയുടെ ആരംഭം താഴ്ചയിൽ നിന്നാണ്. പഴയ പുതിയ നിയമ വേദപുസ്തകങ്ങൾ വ്യക്തമായി അത് വരച്ച് കാട്ടുന്നുണ്ട്. സ്തോത്രം. ആമേൻ. താഴ്ചയിൽ നിന്നാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നു, ആമേൻ, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം. എങ്ങനെ താഴ്ത്തുന്നവൻ? തന്നെത്താൻ. ആ പദം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. തന്നെത്താൻ താഴ്ത്തുന്നവനെ എല്ലാം ദൈവം ഉയർത്തും. യാക്കോബ് എന്ന അനുഗ്രഹീതനായ അപ്പോസ്തലൻ പറയുന്നു, താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും, കൃപ ലഭിച്ചവർ ഉയർച്ച പ്രാപിക്കും. ആമേൻ. സ്തോത്രം. താഴ്മയുള്ളവർക്ക് എന്ത് ലഭിക്കും? കൃപ ലഭിക്കും. കൃപ ലഭിച്ചവർ ഉയർച്ച പ്രാപിക്കും. പത്രോസ് അപ്പോസ്തലനും അவ்விധത്തിൽ തന്നെ പറയുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നവർക്ക് അഥവാ താഴ്മയുള്ളവർക്ക് ദൈവം കൃപയും ആമേൻ ഉയർച്ചയും നൽകും. താഴ്മയുള്ളവർക്ക് ദൈവം കൃപയും ഉയർച്ചയും നൽകും. ആ താഴ്മ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അപ്പോസ്തലന്മാർക്ക് പറയാം, ആമേൻ, യേശുവിന് പറയാം, ആമേൻ, എന്നാൽ അപ്പുറത്ത് മാറി നിന്ന് വേറൊരു മനുഷ്യൻ, അവന്റെ പേര് പൗലോസ്, ആ മനുഷ്യൻ പറയും, ആമേൻ, എനിക്ക് നിങ്ങളോട് താഴുന്നവനെ ഉയർത്തുന്നതിനെ കുറിച്ചല്ല പറയുവാനുള്ളത്. ആമേൻ. താണവൻ ഉയർത്തൊരു സാക്ഷ്യം ഞാൻ പറഞ്ഞു തരാം. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മാതൃകയായി ഒരുവൻ തന്നെത്താൻ താഴ്ത്തി കാട്ടി. ആമേൻ. അവൻ ദാസരൂപമെടുത്തു, നമുക്കൊപ്പം ദാസത്വത്തിലേക്ക് പ്രവേശിച്ച് താഴ്മയെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുമാറാക്കി തീർത്തു. ആമേൻ. താഴ്ത്തുവാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവനെ എല്ലാം ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. താഴ്ത്തുവാൻ, താഴുവാൻ, ദൈവസന്നിധിയിൽ താഴുവാൻ, മനുഷ്യരുടെ മുമ്പിൽ താഴുവാൻ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ തയ്യാറാണോ? നിങ്ങളെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവമുണ്ട്. ഉയരുവാൻ വേണ്ട കൃപ അവൻ പകരും. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.
സ്തോത്രം തന്നെത്താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. യേശുവിൻ്റെ മാതൃക കാണിച്ചു അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആമേൻ സ്തോത്രം, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ആമേൻ, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. നമ്മൾ ആ താഴ്ച അനുഭവത്തിൽ അല്ലെങ്കിൽ താഴ്ചയുടെ അനുഭവത്തിലാണോ ആയിരിക്കുന്നത്? ഇത് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ശ്രദ്ധിക്കണമേ, പലരും കേൾക്കുന്നുണ്ട്, ഒത്തിരി കേൾക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഒഴിഞ്ഞ പാത്രമായി മടങ്ങിപ്പോകുന്നുണ്ട്. കേട്ടത് ഒത്തിരിയുണ്ട്. ആമേൻ സ്തോത്രം. ഒരു നല്ല വിശ്വാസിയോട് ചോദിച്ചാൽ അവൻ പറയും, കൊട്ടക്കണക്കിന് വാഗ്ദത്തങ്ങളാണ് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ദൈവം എന്നോട് സംസാരിക്കാത്ത ദിവസങ്ങളില്ല. രാത്രി സംസാരിക്കും, പകല് സംസാരിക്കും, ബസ്സിലിരുന്നാൽ സംസാരിക്കും, നടക്കുമ്പോൾ സംസാരിക്കും, ഇരിക്കുമ്പോൾ സംസാരിക്കും, കിടക്കുമ്പോൾ സംസാരിക്കും. ഈ സംസാരിച്ചതെല്ലാം കൂട്ടിവെച്ചാൽ ഇതുപോലൊരു 5 ബൈബിൾ എഴുതാം. ആമേൻ, ഹല്ലേലൂയ. അത്രമാത്രം വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ആ വാഗ്ദത്തം പ്രാപിച്ച് ഉയരുവാൻ പലർക്കും കഴിയുന്നില്ല. ആമേൻ സ്തോത്രം. കാരണം എന്താണ്? ആമേൻ, ഉയരണമെങ്കിൽ ബേസ്, അടിസ്ഥാനം താഴ്ചയായിരിക്കണം. ആമേൻ സ്തോത്രം. നമ്മൾ താഴ്ത്തിയില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, വചനം പറയുന്നു അത് നിഗളമാണ്. ആമേൻ, നിഗളുകളോട് ആരെതിർത്ത് നിൽക്കും? ആമേൻ, പഞ്ചായത്ത് പ്രസിഡന്റോ, അപ്പുറത്ത് കരയോഗത്തിൻ്റെ പ്രസിഡന്റോ, അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു ഗുണ്ടയോ അല്ല. സ്തോത്രം, നമ്മൾ സ്തോത്രം നിഗളിച്ചാൽ നമ്മളോട് എതിർത്ത് നിൽക്കുന്നത് സർവശക്തനായ ദൈവം ആണ്. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന്, ആമേൻ ഹല്ലേലൂയ, രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയുക. ആമേൻ സ്തോത്രം. എപ്പോൾ നമ്മിൽ നിഗളമുണ്ടാകുന്നുവോ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടി കൊള്ളുവാനായിട്ട് തുടങ്ങും. നമ്മൾ താഴ്മയിലാണോ? സ്തോത്രം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുമായിട്ട് കണക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ധ്യാനിച്ചാൽ മതിയാകും. ആമേൻ. നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചാൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ സ്തോത്രം. താഴ്മ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഏറ്റവും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മിൽ താഴ്മയില്ല. ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സ്വഭാവം എന്താണ്? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നമ്മിൽ താഴ്മയില്ല. ആമേൻ. ശ്രദ്ധിക്കണമേ, താഴ്മയുടെ അടിസ്ഥാനം എന്താണ്? മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ശ്രേഷ്ഠരായി കണ്ടതുകൊണ്ടാണ് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ജീവനെ നൽകിയത്? ആമേൻ. നമ്മൾ ശ്രേഷ്ഠരാണ്, കർത്താവ് കണ്ടു, അതുകൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി. അപ്പോൾ എപ്പോഴാണ് കുറ്റം പറയുവാൻ തുടങ്ങുന്നത്? നമ്മുടെ ഒപ്പമുള്ളവർ നമ്മെക്കാൾ വളരെ താഴെയാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുവാൻ അവർ യോഗ്യരാണ്, അല്ലെങ്കിൽ അതിനെ ഉള്ളൂ അവർ എന്നൊരു ചിന്ത നമ്മിലുണ്ടാകുമ്പോൾ, ആമേൻ സ്തോത്രം, നമ്മൾ താഴ്മയില്ലാത്തവർ അഥവാ ആ താഴ്ന്ന അനുഭവം ഇല്ലാത്തവരായി മാറും. അപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നമ്മൾ കുറ്റം പറയുന്നവരോടല്ല, നമ്മൾ സ്തോത്രം ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്നവരോടല്ല, നമ്മൾ ദൈവത്തോടാണ് യുദ്ധം ചെയ്യുന്നത്. ആമേൻ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ദൈവത്തോട്, സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു എന്ന സ്വന്തം പുത്രനെ നൽകി വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഈ ലോകത്തിലുള്ള സകലരും. അവരെ കുറ്റം പറയുവാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? ആമേൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു സ്വന്തം ജീവനെ കൊടുത്ത് നേടിയെടുത്ത ജനത്തെ കുറ്റം പറയുവാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? അവരുടെ ശ്രേഷ്ഠതയൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ശ്രേഷ്ഠരെന്ന് പറയുമ്പോൾ അവരും ശ്രേഷ്ഠരാണ്. ദൈവം അവരെ കണ്ടു, അവർക്ക് വേണ്ടി ഒരു പാപപരിഹാര പദ്ധതി ഒരുക്കി, അവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചങ്കിലെ ചോര, അവസാന തുള്ളി ചോര വരെ ഒഴുക്കി. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരു വീണ്ടെടുപ്പ് ചെയ്തു. അവരെ കുറ്റം പറയുവാൻ നമുക്ക് അർഹതയില്ല. കുറ്റം പറയുമ്പോൾ സ്തോത്രം തിരിച്ചറിയുക, താഴ്മ നഷ്ടപ്പെട്ടു പോയി. അർത്ഥം ഉയർച്ചയ്ക്കുള്ള സാഹചര്യം ഇല്ലാതായി തീർന്നു. ആമേൻ സ്തോത്രം. എങ്ങനെ നമുക്ക് കുറ്റം പറയാതിരിക്കുവാൻ കഴിയും? ആമേൻ സ്തോത്രം. സിമ്പിളാണ് കാര്യം. ആമേൻ. നമുക്കൊപ്പമുള്ളവരെ പൂർണ്ണമായിട്ട് അങ്ങ് സ്നേഹിച്ചാൽ മതി, കുറ്റം പറയാൻ പിന്നെ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ഈ സ്നേഹം ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് കുറ്റം പറയുന്നത്. ആമേൻ സ്തോത്രം. സ്നേഹം ഇല്ലാത്തത് കൊണ്ട്. കാമുകിക്ക് കാമുകനെ ഭയങ്കര സ്നേഹമാണ്. ആമേൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും അവൾ ഒരു കുറ്റവും പറയത്തില്ല. പക്ഷേ കാമുകിയുടെ അപ്പന് ആ സ്തോത്രം, ആ ചെറുക്കനെ സ്നേഹമില്ല. കണ്ണെടുത്താൽ കണ്ടുകൂടാ, വൃത്തിയായിട്ടവൻ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാ? അവൻ ഇഷ്ടമില്ലാത്തവൻ കുറ്റം പറയും, ഇഷ്ടമുള്ളവൾ പറയും ഇല്ല. അവൻ വണ്ടിയിൽ തൂങ്ങി നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അവൾ പറയും ഇല്ല, അത് പ്രത്യേക വണ്ടിയാണെന്ന് പറയും. ആമേൻ. അവൻ കീറിയ പാൻറ്റിട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവൾ പറയും അത് ഞാനാണ് കീറി കൊടുത്തത്, അത് പുതിയ മോഡലാണ്. ആമേൻ സ്തോത്രം. സ്നേഹമുള്ളവർ ചേർത്ത് പിടിക്കും. ആമേൻ. കുറ്റം പറയത്തില്ല. ആമേൻ. നിങ്ങൾ തിരിച്ചറിയുക, കുറ്റം പറയുന്നത്, ആമേൻ സ്തോത്രം, ദൈവസന്നിധിയിൽ അനീതിയാണ്, ഉയർച്ചയ്ക്ക് തടസ്സമാണ്. ആരുടെയും കുറ്റം പറയരുത്, ആരുടെയും കുറ്റം പറയരുത്. നമ്മൾ സ്നേഹിക്കുക. ആമേൻ. നമുക്കൊപ്പമുള്ളവരെ സ്നേഹിക്കുക. നമ്മൾ കുറ്റം പറയുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, നമ്മിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ആരെയാണോ നമ്മൾ കുറ്റം പറയുന്നത് നമ്മിൽ നിന്ന് അവരോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്നേഹമില്ലാത്തടത്ത് ആരില്ല? ദൈവമില്ല. കാരണം ദൈവം
സ്നേഹമാകുന്നു. ആ ദൈവം നമ്മെ നിശ്ചയമായും ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. ഈ സ്തോത്രം ഇത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ഒന്ന് രണ്ട് പൊതുബോധങ്ങളുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച്. ഒന്ന് രണ്ട് പൊതുബോധങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആമേൻ, സ്തോത്രം. വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ചു. ആ വ്യക്തി പ്രാർത്ഥിച്ച് കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ചാൽ അവൻ എന്ത് പറയും? ആമേൻ, സ്തോത്രം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഞാൻ കരഞ്ഞത് കൊണ്ടാണ്, ഞാൻ ഉപവസിച്ചത് കൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടത്. ഒന്നാമത്തെ പൊതുബോധമാണ്. ആമേൻ. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. തെറ്റ് അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. ഇനി രണ്ടാമത്തെ പൊതുബോധമുണ്ട്. ആമേൻ. നമ്മൾ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പൊതുബോധം ചാടി പുറത്തു വരും. എന്താണ്? എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, സഭ പ്രാർത്ഥിക്കുന്നില്ല, നാട്ടുകാർ പ്രാർത്ഥിക്കുന്നില്ല, ബന്ധുക്കൾ പ്രാർത്ഥിക്കുന്നില്ല. ആമേൻ, സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാൽ നമ്മൾ പറയും ഞാൻ പ്രാർത്ഥിച്ചു കിട്ടി. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ എന്ന് പറയും എൻ്റെ ഭാര്യ കൂടെ പ്രാർത്ഥിച്ചില്ല അതുകൊണ്ട് കിട്ടിയില്ല, എൻ്റെ ഭാര്യ കൂടെ ഉപവസിച്ചില്ല അതുകൊണ്ട് കിട്ടിയില്ല, ഭാര്യ അങ്ങനെയല്ല ഇങ്ങനെയല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളുടെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, അമ്മായിയപ്പൻ്റെ ഒന്നും ഒരു കൂട്ടും വേണ്ട. ആമേൻ, ഹല്ലേലൂയ. ഇത് തെറ്റായൊരു ബോധമാണ്. കാലാകാലങ്ങളിൽ പിശാച് സഭയ്ക്കകത്തും വിശ്വാസികളുടെ ഇടയിലും വിളച്ച കളയാണ്. നിങ്ങളത് തിരിച്ചറിയുക. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിന് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? ഉയർപ്പ്. ആമേൻ. തൻ്റെ നിയോഗമാണ്. നമ്മളിൽ പലർക്കും നിയോഗമുണ്ട്. തലമുറകൾ നിയോഗമാണ്, നമ്മുടെ ഉയർച്ച നിയോഗമാണ്, നമ്മുടെ അനുഗ്രഹങ്ങൾ നിയോഗമാണ്, നമ്മുടെ നന്മകൾ നിയോഗമാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടി നമ്മൾ മെനക്കെടും. യേശുവിലേക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. യേശുവിനെയും അങ്ങനെ ഒരു കുടുംബസ്ഥനായി നിങ്ങൾ കണ്ടു നോക്കി. യേശുവിന് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം യേശു ശിഷ്യന്മാരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, യേശുവേ, നിൻ്റെ അമ്മയും സഹോദരന്മാരും അതാ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഒന്ന് ഓടിപ്പോ. ആമേൻ, സ്തോത്രം. വീട്ടിനകത്ത് ചേര കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? ആമേൻ, സ്തോത്രം. ആ ചേരയുടെ കൂട്ടുകാരനല്ല ഞാൻ. എൻ്റെ അമ്മയും അപ്പനും സഹോദരങ്ങളും ഒക്കെ ആരാണ്? ഈ ഇരുന്ന് എൻ്റെ വചനം കേൾക്കുന്നവരാണ്. മീൻസ് യേശുവിൻ്റെ കുടുംബം ആരാണ്? യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിനൊപ്പമായിരിക്കുന്നവരാണ് യേശുവിൻ്റെ കുടുംബം. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണോ യേശു ഉയർത്ത് സ്വർഗത്തിൽ പോയത്? ഹല്ലേലൂയ, സ്തോത്രം. ഈ കുടുംബത്തിലുള്ള ആരൊക്കെയാ? ഒരുത്തനാണെങ്കിൽ അവസരം നോക്കിയിരിക്കുക ഒന്ന് തള്ളിക്കളഞ്ഞിട്ട് ഓടാൻ വേണ്ടി. ആമേൻ, ഒരുത്തൻ. ഇനി രണ്ടാമത്തവനാണെങ്കിൽ വില പറഞ്ഞുകൊണ്ടിരിക്കുക. 1, 2, 3, ഒരു 30 ആകുമ്പം കൊള്ളാം, ഇവനെ വിറ്റ് കളയാമെന്ന് രണ്ടാമത്തവൻ. ആമേൻ. ഇങ്ങനെയുള്ള രണ്ടുപേരും. ബാക്കിയുള്ളവന്മാരും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. ഇനി നോക്കിയേ, പത്രോസ് വിളിച്ചാൽ കൂടെ പോകാൻ നിൽക്കുന്നവന്മാരാ ബാക്കിയുള്ളവന്മാർ. ഇവരെല്ലാം കൂടെ ഒരു രാത്രി ഗത്ശമനയിൽ കടന്നുപോയി. യേശു മരണവെപ്രാളത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഇപ്പുറത്ത് താഴെ കൂർക്കം വലിച്ചുറങ്ങുക. സ്തോത്രം. നമ്മൾ മരണവെപ്രാളത്തോടെ പ്രാർത്ഥിക്കുന്നു, ഭർത്താവ് ഉറങ്ങുന്നു, ഭാര്യ ഉറങ്ങുന്നു, മക്കൾ ഉറങ്ങുന്നു. സഹിക്കുമോ? ആമേൻ. നമ്മളാണ് ഗത്ശമനയിലെങ്കിൽ, താഴെ നമ്മുടെ കുടുംബമാണെങ്കിൽ ഗത്ശമനയിലെ കല്ലുരുട്ടി വിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊന്ന് ആ അധ്യായം അവസാനിപ്പിക്കും. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ പൊതുബോധം അതാ. യേശുവിൻ്റെ പൊതുബോധം അതായിരുന്നെങ്കിൽ പത്രോസും യൂദയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉയർക്കത്തുള്ളൂ, മസിലും പിടിച്ചു നിൽക്കും, എങ്കിൽ ഇപ്പോഴും അവിടെ നിന്നേനെ. ഹല്ലേലൂയ. ഇതെല്ലാം ഒത്തു വരത്തൊന്നുമില്ല. ആമേൻ. വേണമെന്നുള്ളവൻ പ്രാർത്ഥിച്ചോളണം, തിരിച്ചറിഞ്ഞവൻ പ്രാർത്ഥിച്ചോളണം. യേശു പ്രാർത്ഥിച്ചു, മറ്റവന്മാരെല്ലാം കിടന്നുറങ്ങി. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, ഉയരത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ, ദൂതൻ ഇറങ്ങും. ആമേൻ. ഒറ്റയ്ക്കാകുമ്പോൾ തിരിച്ചറിയുക, കൂടെ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ബന്ധുക്കാരല്ല, ചാർച്ചക്കാരല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, സ്വർഗത്തിൽ നിന്ന് ദൂതൻ. ഓ റിധാന ഷഖ റദരെ ഷന്ധാറുകൾ. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന, ഒറ്റയ്ക്ക് കരയുന്ന, എനിക്കൊപ്പം അവരെ പ്രാർത്ഥിക്കുന്നില്ല, ഇവർ പ്രാർത്ഥിക്കുന്ന എന്നെ പോലെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയക്കും. ദൈവം ദൂതന്മാരുമായൊരു കൂട്ടായ്മയുടെ അനുഭവം നിനക്ക് ഒരുക്കി തരും. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ഇതല്ല നമ്മുടെ ടോപ്പിക്ക്. ആമേൻ. താഴ്മയില്ലാത്തത് കൊണ്ടാണ്, സ്തോത്രം, നമുക്ക് അവർ ചെയ്യുന്നത് കുറ്റമാണ്, അവരെന്നെ പോലെ പ്രാർത്ഥിക്കുന്നില്ല, അവരെന്നെ പോലെ കരയുന്നില്ല, അവർ എന്നെ പോലെ ഉപവസിക്കുന്നില്ല എന്ന് തോന്നുന്നത്. പ്രിയരെ, ഇത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക. എല്ലാ മനുഷ്യനും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആരെങ്കിലും കൈമുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാ കുറച്ചുകൂടെ പോട്ടെ അങ്ങനെ നിൽക്കുന്ന എത്ര പേര് കാണും? അത് ഭ്രാന്തന്മാരായിരിക്കും. സ്വബോധമുള്ളവരെല്ലാം ആ മുറിവ് മാറണം, ചോര നിൽക്കണമെന്ന്, സ്തോത്രം, ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജിൽ പോകുമോ?
പോകത്തില്ല. കാക്കാമൂലയിൽ നിന്ന് പോകുന്ന കുറച്ച് പേര് മെഡിക്കൽ കോളേജിൽ പോകും, കുറച്ച് പേര് ജനറൽ ആശുപത്രി പോകും, കുറച്ച് പേര് തെറ്റിവിള പോകും, കുറച്ച് പേര് ശാന്തിവിള പോകും, കുറച്ച് പേര് വേറെ എവിടെയെങ്കിലും പോകും, കുറച്ച് പേര് കമ്മ്യൂണിസ്റ്റ് പച്ച പുതുക്കി കയ്യിൽ വെച്ച് കെട്ടും. പലരും പല രീതിയിലായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനർത്ഥം മെഡിക്കൽ കോളേജ് പയ്യൻ മാത്രമാണ് നല്ലവൻ, അവന് മാത്രമാണ് ബുദ്ധിയുള്ളത്, ബാക്കി മോശക്കാരെന്നല്ല. എല്ലാവരുടെ ആവശ്യവും വിടുതലാണ്. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ആവശ്യവും വിടുതലാണ്. അവർ പല നിലകളിലായിരിക്കും പ്രാർത്ഥിക്കുന്നത്, അവർ പല രീതിയിലായിരിക്കും ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾക്കറിയത്തില്ലേ, സ്തോത്രം, ചില വ്യക്തികൾ കരഞ്ഞാൽ നമ്മൾ അറിയാതെ കൂടെ കരഞ്ഞു പോവും. കാരണം അയ്യോ എന്ത് സങ്കടപ്പെട്ട, ചിലരുടെ മുഖമൊന്ന് വാടിയാൽ മതി. സ്തോത്രം, നമുക്ക് കൂടെ കരച്ചിൽ വരും. എന്നാൽ ചിലർ കരയുന്നത് കേട്ടാലോ നമ്മൾ എങ്ങനെ ചിരിക്കാതിരിക്കാമെന്ന് പറഞ്ഞ് വായും പൊത്തി വെച്ച് അയ്യോ ഇതെന്ത് സംഭവമാണ്. കാരണം അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. പലരും പല രീതിയിലാണ്. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്തവൻ പ്രാർത്ഥിച്ചാലേ സ്വർഗം കേൾക്കും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗം കേട്ടോളും. ഹല്ലേലൂയ. ഈ പൊതുബോധങ്ങൾ, സ്തോത്രം, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണം. കാലാകാലങ്ങളായി പിശാച് നമ്മിൽ നിക്ഷേപിച്ച ഈ പൊതുബോധം താഴ്മയില്ലായ്മയുടെ അനുഭവമാണ്. ഉയർച്ച ഇന്ന് പകലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, താഴുവാൻ, നല്ലതുപോലെ ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറാകുക. നല്ലതുപോലെ ഒപ്പമുള്ളവരുടെ മധ്യത്തിൽ താഴുവാൻ തയ്യാറാകുക. വിളിച്ചു പറയണം, എനിക്ക് ശ്രേഷ്ഠതയൊന്നുമില്ല, എനിക്കൊപ്പം നിൽക്കുന്ന, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരെക്കാളും ശ്രേഷ്ഠത ഉള്ളവനല്ല ഞാൻ. അതെ യേശുവേ, ആ മനുഷ്യൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ഞാൻ പാപിയായ ഒരു മനുഷ്യനാ. അവൻ സ്വർഗത്തിൽ പോലും നോക്കുവാൻ തയ്യാറാകാതെ പ്രാർത്ഥിച്ചു. അവനെ നോക്കിയിട്ടാ കർത്താവ് പറഞ്ഞത്, ഇവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, ഇവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഇവനൊരു ഉയർച്ചയുണ്ട്. ഇവനൊരു ഉയർച്ചയുണ്ട്. താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് താഴ്മയുള്ളവരായിരിക്കുവാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഉയർത്തുവാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ താഴ്ചയ്ക്ക് കാരണമായി തീരുന്നത് നമ്മൾ അനുഭവിക്കുന്ന അനീതികളായിരിക്കും. മീൻസ് നമ്മൾ അനുഭവിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി മാറുന്നത്. ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി 4 പേരും കൂടെ മതിലിയാടാനും വീട് പൊളിക്കാനും നാട്ടുകാരെ അടിക്കാനും വേണ്ടി പോകണ്ട, ഒരുത്തം പോയാൽ മതി, 4 പേരുടെയും സ്വസ്ഥത നഷ്ടപ്പെടും. അപ്പോൾ അനീതിയായിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത്. ഒരു കുടുംബം കടം കയറി മുടിയാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചൂതാട്ടത്തിനോ മദ്യപിക്കാനോ പോകണ്ട, ഒരുത്തം വിചാരിച്ചാൽ മതി, എല്ലാം വിറ്റുപറക്കി നശിപ്പിച്ച് ഉള്ളതിനെല്ലാം പെരുവഴിയിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അനീതി ഫലം പലപ്പോഴും നമ്മൾ അനുഭവിക്കും. നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്യാത്ത പാതകങ്ങൾക്കുള്ള ഉപദ്രവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. വചനം പറയുന്നു, അനീതിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കും. സ്തോത്രം. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു സ്തോത്രം സ്ത്രീയെ കാണും. ആ സ്ത്രീക്ക് നീതി ലഭിക്കുന്നില്ല. അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് മുഴുവനും അനീതിയാണ്. അനീതി അനുഭവിച്ച് മടുത്ത ഒരു സഹോദരി. സ്തോത്രം. അവൾ സ്തോത്രം സ്തോത്രം ഈ ലോകത്തിലെ പല വഴികളിലും ഇറങ്ങി നടന്നു കാണും. എങ്കിലും ന്യായാധിപതിയാണ് മുൻപിൽ അനീതി ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അനീതി വെളിപ്പെടാം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനീതി വെളിപ്പെടാം, കോടതികളിൽ നിന്ന് അനീതി വെളിപ്പെടാം, ബാങ്കുകളിൽ നിന്ന് അനീതി വെളിപ്പെടാം. നമുക്ക് യോഗ്യതയുണ്ട്, പക്ഷേ ലോണ് കിട്ടത്തില്ല. അതോർത്ത് കരയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ലോണ് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ലോണ് തരത്തില്ല, എല്ലാം വിറ്റുപറക്കിക്കൊണ്ട് പോകാൻ കഴിവുള്ളവന് ലോണ് കൊടുക്കുന്നതാണ് ഈ ലോകത്തിലെ ഒരു നിയമം. തിരിച്ചറിയണമേ. സ്തോത്രം. അനീതിയാണ് ലോകത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുന്നത്. ആ സ്ത്രീക്കും അനീതി തന്നെ വെളിപ്പെടുന്നു. എന്നാൽ വചനം പറയുന്നു, ആ സ്ത്രീ രാപ്പകൽ തൻ്റെ ദൈവത്തോട് നിലവിളിച്ചതുകൊണ്ട് ആ അനീതിയിൽ നിന്ന് ആ സ്ത്രീയെ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നീ അനുഭവിക്കുന്ന അനീതി, അനുഭവിക്കുന്ന സ്തോത്രം വേദന, അനീതിയായി നീ അനുഭവിക്കുന്ന കണ്ണുനീർ, അനീതിയായി നീ അനുഭവിക്കുന്ന നിരാശ, അനീതിയായി നീ അനുഭവിക്കുന്ന വേദന, ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും. അതെ, അവൻ പ്രതിക്രിയ നടത്തി അവൻ നിന്നെ രക്ഷിക്കും. അവൻ രാപ്പകൽ അവനോട് നിലവിളിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും അവൻ രക്ഷിക്കും. അവൻ അനീതി മാത്രം പ്രവർത്തിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളെ പരിഗണിക്കാത്ത, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിങ്ങളെ രക്ഷിക്കും.
ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കിയേ, അവിടെ സ്തോത്രം വചനം പറയുന്നു, പുറമേ ഒരാൾ നിന്ന് പറയുന്നത് പോലെ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആമേൻ, സ്തോത്രം. ഒരു ക്രിയയുടെ, ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് സ്തോത്രം ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ സഹോദരി അനീതി അനുഭവിക്കേണ്ടി വന്നത്. പിശാചിന്റെ ഒരു പ്രവൃത്തിയുടെ ഫലം, ചില വ്യക്തികളുടെ പ്രവൃത്തിയുടെ ഫലം, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം, അതിൻ്റെ ഫലമായി അനീതി അനുഭവിക്കുന്നു. വചനം പറയുന്നു, ദൈവം പ്രതിക്രിയ നടത്തി. ഏത് പ്രവൃത്തിയാണോ നിന്റെ കണ്ണുനീരിന് കാരണമായത്, അതിന് ഒരു പ്രതിക്രിയ എൻ്റെ ദൈവം നടത്തും. ആമേൻ, ഹല്ലേലൂയ. ഏത് പ്രവൃത്തിയാണോ നിന്റെ കരച്ചിലിന് കാരണമായത്, ഏത് പ്രവൃത്തിയാണോ, ഏത് പ്രവൃത്തി ദോഷമാണോ നിന്റെ തകർച്ചയ്ക്ക് കാരണമായത്, ഏത് പ്രവൃത്തി ദോഷമാണോ നിന്റെ സന്തോഷം നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത്, ആ പ്രവൃത്തിക്ക് പകരം ദൈവം മറ്റൊരു പ്രവൃത്തി ചെയ്യും. അവൻ പ്രതിക്രിയ ചെയ്യും. എൻ്റെ ദൈവം പ്രതിക്രിയ ചെയ്യും. അവൻ മനുഷ്യർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും. അവർ നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും. നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യും. അതെ, നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവം, അനീതി വെളിപ്പെടാതെ വണ്ണം നിന്നെ നിലനിർത്തുന്ന ഒരു ദൈവം. ആമേൻ, സ്തോത്രം. അവൻ അനീതിയിൽ നിന്ന് രക്ഷിക്കും. ആമേൻ. ഈ പകലും ഒരിക്കൽ കൂടി പറയട്ടെ, അനീതിയായി നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നീ കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കണ്ണുനീരിൽ നിന്ന് എൻ്റെ ദൈവം നിശ്ചയമായും നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ വ്യക്തമായി ലൂക്കോസ് എന്ന സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. ദൈവം മിണ്ടാതിരുന്നാലും തക്ക സമയത്ത് ആ ദൈവം രക്ഷിക്കും. അവൻ നമ്മെ കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചാൽ, 2000 വർഷങ്ങൾക്കിപ്പുറവും ഈ വചനം പ്രസ്താവിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പ് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. 2000 വർഷമായി കാത്തിരുന്നവർ ശക്തിയെ പുതുക്കിയത് കൊണ്ടാണ്, കാത്തിരുന്നവർ പ്രാപിക്കേണ്ടത് പ്രാപിച്ചത് കൊണ്ടാണ്, കാത്തിരുന്നവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പകലിലും ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. ആമേൻ. എവിടെയെങ്കിലും ഒരു തലമുറയിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വേദപുസ്തകത്തിന് പ്രസക്തിയില്ല, ദൈവത്തിന് പ്രസക്തിയില്ല. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ കേൾക്കണമേ, ആ പ്രസക്തി ഒരിടത്തും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാത്തിരുന്നവർ നിശ്ചയമായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ കാത്തിരുന്നവർ, അവർ കാത്തിരുന്നത് പ്രാപിച്ചു കർത്താവിന്റെ നാമത്തെ ഉയർത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അவ்விധത്തിൽ നിങ്ങൾ പ്രാപിക്കും. ആമേൻ. ദൈവം തന്നോട് നിലവിളിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ദീർഘക്ഷമ കാണിച്ചാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. രണ്ടാമതായി സ്തോത്രം, തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു ദൈവത്തെ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ, പലതും കാണാതെ പോയത് കൊണ്ടാണ് നമ്മൾ തകർച്ച അനുഭവിക്കുന്നത്. അവൻ കണ്ടുകൊണ്ടിരുന്ന പലതും പെട്ടെന്ന് കാണാതെ പോയി. ഉണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. പലതും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. പലതും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അത് കണ്ടെത്തുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. നഷ്ടപ്പെട്ടു പോയ നന്മയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എല്ലാവരും അലയുന്നുണ്ട്. ആ സന്തോഷം എനിക്ക് തിരികെ വേണം, ആ സമാധാനം എനിക്ക് തിരികെ വേണം, എനിക്ക് പഴയതുപോലെ ജീവിക്കണം, എനിക്ക് എൻ്റെ കുടുംബമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷേ നഷ്ടപ്പെട്ടു പോയതിനെ എത്ര തിരഞ്ഞാലും, ആമേൻ, സ്തോത്രം, അനേകർക്ക് അതിനെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ നന്മയെ തിരികെ പിടിക്കുവാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും തിരികെ പിടിക്കുവാൻ കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ, നഷ്ടപ്പെട്ടു പോയ വാഗ്ദാനങ്ങളെ തിരികെ പിടിക്കുവാൻ കഴിയാതെ തളർന്നായിരിക്കുന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ തളർന്നു പോകും, നമ്മൾ മടുത്തു പോകും. തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു കർത്താവ് ഈ പകലിലും നഷ്ടപ്പെട്ടു പോയതിനെ എൻ്റെ കർത്താവ് തിരഞ്ഞ് രക്ഷിക്കും. ആമേൻ. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്റെ നന്മകളെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറകളെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്റെ തൊഴിലിനെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിന്റെ അനുഗ്രഹം. താങ്ക് യു ഷന്ധാരകന. തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ചിലതിനെ തിരഞ്ഞു രക്ഷിക്കുക. നിന്റെ നല്ല കാലത്തെ, നിന്റെ നല്ല കാലത്തെ, നിന്റെ നല്ല സമയത്തെ എൻ്റെ കർത്താവ് തിരഞ്ഞ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞ, നീ എറിഞ്ഞുടച്ച് കളഞ്ഞ,
റാധാന ഷാഖാറഥനെ. ചിലർ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നീ എറിഞ്ഞുടച്ചു കളഞ്ഞ എപ്പോഴോ നിന്റെ അറിവ് കേടുകൊണ്ട്, എപ്പോഴോ നിന്റെ അറിവ് കേടുകൊണ്ട്, എപ്പോഴോ നിന്റെ അറിവ് കേടുകൊണ്ട്, എപ്പോഴോ നിന്റെ ക്ഷമയില്ലായ്മ കൊണ്ട്, എപ്പോഴോ കാത്തിരിക്കുവാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് നീ എറിഞ്ഞുടച്ചു കളഞ്ഞതിന് അത് കഴിഞ്ഞ് ഒത്തിരി തവണ നീ പിന്നാലെ പോയി അതിനെ ഒന്ന് ചേർത്തെടുക്കുവാൻ, അതിനെ ഒന്ന് പിടിച്ചെടുക്കുവാൻ, എന്നാൽ കഴിയാതെ ഇന്ന് പകലും നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ കേൾക്ക്, നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്തതിനെ തിരഞ്ഞെടുക്കുവാൻ എൻ്റെ യേശു വരിക. നിനക്ക് കണ്ടെത്തുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞ് നിന്നെ രക്ഷിക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. യേശുവിൻ നാമത്തിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ആമേൻ തിരഞ്ഞ് ആമേൻ നിന്നെ രക്ഷിക്കുവാൻ, ആമേൻ നിന്നിൽ നിന്ന് അകന്നുപോയ തലമുറകളെ നിന്നോടൊപ്പം ചേർത്ത് നിർത്തി നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ യേശു വരിക. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. നമുക്ക് തിരഞ്ഞ് കണ്ടെത്തുവാൻ കഴിയാത്തതിനെ എൻ്റെ ദൈവം നമുക്ക് വേണ്ടി തിരയും കണ്ടെത്തും. ആമേൻ. ഹല്ലേലൂയ. അത് രക്ഷയ്ക്ക് കാരണമായി മാറും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇല്ലാതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം 2000 വർഷമായി നിലനിൽക്കുന്നത് പുസ്തകത്തിൽ അച്ചടിച്ചത് കൊണ്ടല്ല, എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള അനേക കോടി ജനങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം. ഇതൊരു പുസ്തകമായിരുന്നെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിക്കകത്ത് പൊടിയടിച്ചു പോയനെ. ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമായതുകൊണ്ട്, ആ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഇന്നും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ ഭക്തന്മാരെ, ഭക്തമതികളെ കാത്തു പരിപാലിക്കുന്നത് കൊണ്ട്, ഇതൊരു വായനശാലയിലിരുന്ന്, ഇതൊരു ലൈബ്രറിക്കകത്തിരുന്ന് പൊടി പിടിച്ചു പോയില്ല. ഇന്ന് ഇത് അനേകരുടെ കയ്യിലിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും തിരഞ്ഞ് രക്ഷിക്കും. നഷ്ടപ്പെട്ടു പോയിടത്തുനിന്ന്, കാണാതെ പോയിടത്തുനിന്ന് നിന്റെ യൗവനത്തെ ദൈവം തിരഞ്ഞ് രക്ഷിക്കും. നിന്റെ നല്ല സമയത്തെ ദൈവം തിരഞ്ഞ് രക്ഷിക്കും. നിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം തിരഞ്ഞ് രക്ഷിക്കും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലും കർത്താവ് ചിലതിനെ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട്. ആമേൻ. നീ തിരഞ്ഞിട്ട് കണ്ടെത്തുവാൻ കഴിയാത്തതിനെ, നീ തിരഞ്ഞിട്ട് നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത സന്തോഷത്തെ, നീ തിരഞ്ഞിട്ട് നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത നന്മകളെ, നീ തിരഞ്ഞിട്ട് നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളെ നിനക്ക് വേണ്ടി തിരഞ്ഞ് എൻ്റെ യേശു ഇറങ്ങിയിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ചിലതിനെ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. അപ്പാ, എനിക്കത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഒരു നിമിഷം പ്രാർത്ഥിച്ചു, യേശുവേ, ഞാൻ അലഞ്ഞിട്ട്, ഞാൻ തിരഞ്ഞിട്ട് എനിക്കത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അപ്പാ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അപ്പാ, എൻ്റെ വീട്ടിലെ സമാധാനം എനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കർത്താവേ, എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം, എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം, എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം, എൻ്റെ തൊഴിലിൽ ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം, യേശുപ്പാ, എനിക്കത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. യേശുവേ, എനിക്കത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്ക്. യേശു നിനക്ക് വേണ്ടി തിരയുവാൻ പോകുക. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ, നിനക്കില്ലാതായി തീർന്നതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന ഒരു ദൈവം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നഷ്ടപ്പെട്ടു പോയതിനെ ഇയ്യോബിന് ഇരട്ടിയായി തിരികെ നൽകിയതുപോലെ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തകർന്നു പോയ, നശിച്ചു പോയ, ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി നശിച്ചു പോയ ഇയ്യോബിന്റെ ജീവിതത്തെ ഉയർത്തിയ കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി നൽകി ഉയർത്തിയ കർത്താവേ, അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങ് ഉയർത്തണമേ കർത്താവേ. ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം, തൊഴിലിടത്തിൽ ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇറങ്ങി വന്നവരെ രക്ഷിക്കണമേ. ഇവരുടെ തലമുറകൾ ഉയർച്ച തന്നെ പ്രാപിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇറങ്ങി വന്നവരെ രക്ഷിക്കണമേ. ഇവരുടെ ശരീരം, ഇവരുടെ ആരോഗ്യം ഉയർച്ച പ്രാപിക്കുവാൻ അങ്ങ് ഇറങ്ങി വന്നവരെ സൗഖ്യമാക്കണമേ. ഇവർ തകർന്നു പോയിടത്തുനിന്ന് ഇവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം യേശുവേ അങ്ങ് ഇറങ്ങി വന്ന് രക്ഷിക്കണമേ. അപ്പാ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതുവരുടെ അത്ഭുതത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ലൈവിലൂടെ അടിയനെ വീക്ഷിക്കുന്നവരെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേൾപ്പിക്കുന്ന വചനം, കേൾപ്പിച്ച വചനം പോലെ ഉയർച്ച തന്നെ, ഉയർച്ച തന്നെ, ഉയർച്ച തന്നെ ഈ ജനം പ്രാപിക്കുവാനും ആ സാക്ഷ്യം കേൾക്കുവാനും സ്വർഗം ഞങ്ങൾക്ക് അവസരം നൽകണമേ. താഴ്ച പ്രാപിക്കുവാൻ അനുവദിക്കാതെ കാത്തുപരിപാലിക്കുന്ന കർത്താവേ, അങ്ങ് കൂടിയിരിക്കണമേ. മറക്കേണ്ട, വൈകുന്നേരം 3 മണി മുതൽ അമരവിള താന്നിമൂട് സ്തോത്രം വൈകുന്നേരത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. നെയ്യാറ്റിൻകരയുടെ സമീപ പ്രദേശങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, നിങ്ങളുണ്ടെങ്കിൽ കടന്നു വരിക. പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. വീണ്ടും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് ഒരുമിച്ച് തന്നെ കാണാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.